ചിറകിൽ പറക്കാനൊരു മോഹം നിന്റെ വികൃതിയിൽ മുഴുകുമ്പോൾ അതിമധുരം ചെല്ലക്കാറ്റെ ചൊല്ല് ചൊല്ല് ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റെ നില്ല് നില്ല് ചിത്തിര കയ്യിലെന്തുണ്ട്. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂൺ 3, ഇന്ന് പുണ്ണിക്ക് സ്കൂൾ തുറക്കുന്ന ദിവസമാണ്. സോ അന്ന് സ്കൂൾ തുറക്കുന്നതിനും രാവിലെ പോകുന്നതിൻ്റെ ഒക്കെ ഒരു കുട്ടി വ്ളോഗാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. സോ ആൾ എണീറ്റിട്ടുണ്ട്, എന്നിട്ട് കുളിക്കാനൊക്കെ ആയിട്ട് പോയേക്കാണ്. അപ്പോൾ ഇവിടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പുണ്ണിക്ക് ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ചിൻ്റെയൊക്കെ പ്രിപ്പറേഷനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ നമ്മൾ അപ്പവും ഗ്രീൻ പീസ് കറിയാണ് വെക്കുന്നത്. സോ അതെല്ലാം അവിടെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ പുണ്ണിക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് അതും ഇവിടെ എല്ലാം സെറ്റാക്കുന്നുണ്ട്. ചോറും കാര്യങ്ങളൊക്കെ. ആൾക്ക് ചോറ് കൊണ്ടുപോകാൻ കുറച്ച് മടിയാണ്. അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പലഹാരങ്ങളൊക്കെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കൊണ്ടുപോകാനാണ് ഇഷ്ടം. പക്ഷേ കൊച്ചു ക്ലാസ്സിലൊക്കെ ആയിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്തു വിടാം. പക്ഷേ വലിയൊരു ക്ലാസ് ആകുമ്പോഴത്തേക്കിന് ഉച്ചയ്ക്ക് ചോറ് തന്നെ കഴിക്കണം, എന്തെങ്കിലും ശരിയാവില്ല. സോ അതുകൊണ്ട് ചോറ് നിർബന്ധിച്ച് കഴിക്കും. പക്ഷെ അത്ര വലിയ താല്പര്യമില്ല. വീട്ടിൽ നിൽക്കുമ്പോൾ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ സ്കൂളിൽ കൊണ്ടുപോകുമ്പോൾ ആൾക്ക് കുറച്ചുകൂടെ കൺവീനിയൻറ്റ് എന്തെങ്കിലും പലഹാരം കഴിക്കുന്നതിനോടാണ്. സോ അങ്ങനെ ഇന്ന് ചോറാണ് പക്ഷെ കൊടുത്തു വിടുന്നത്. അങ്ങനെ ഇടയ്ക്കൊക്കെ തരത്തുള്ളൂ പലഹാരം എന്നൊക്കെ പറഞ്ഞ് ഒന്ന് സമ്മതിപ്പിച്ച് എടുത്തിക്കാണ്. സോ അപ്പോൾ ഇന്ന് പുണ്ണി 8th സ്റ്റാൻഡേർഡിലോട്ടുള്ള ഫസ്റ്റ് ഡേ ആണ്. പുതിയ സ്കൂൾ ബാഗും പുതിയ ബുക്കും പുതിയ ലഞ്ച് ബോക്സും ലഞ്ച് ബാഗും വാട്ടർ ബോട്ടിലും ഒക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകാനുള്ള എക്സൈറ്റ്മെൻറ്റും അതിൻ്റെ പ്രിപ്പറേഷനാണ്. ബാഗിൽ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവളവിടെ നിൽക്കുന്നുണ്ട്. നമുക്കും എക്സൈറ്റ്മെൻറ്റും കാര്യമൊക്കെയാണ് അവൾക്ക് സ്കൂളിൽ പോകുന്നതിൻ്റേതായിട്ടുള്ള. പക്ഷെ ഇത്ര പെട്ടെന്നങ്ങ് 8th എന്നുള്ളൊരു ഇത്ര പെട്ടെന്ന് 8th എന്ന് നമുക്ക് ഇതുവരെ അതങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇത്ര പെട്ടെന്ന് ഇത്ര ആയോ എന്നുള്ളത്. നമ്മളിപ്പോഴും കൊച്ചു ക്ലാസ്സിലുള്ള ആ ഒരു വൈബിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അവളവിടെ റെഡി ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇവിടെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആയിട്ടുണ്ട്. അവൾക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തിരുന്നു. ഞാൻ അപ്പവും ഗ്രീൻ പീസും കൂടെ എടുത്ത് കൊടുത്തിരുന്നു. സ്കൂളിൽ പോകുന്ന ദിവസം 2 കഴിക്കത്തുള്ളൂ. വീട്ടിൽ നിൽക്കുന്നതാണെങ്കിൽ 3-4 ദോശയാണെങ്കിലും അപ്പമൊക്കെ കഴിക്കും. പക്ഷെ സ്കൂളിൽ പോകുമ്പോഴത്തേക്കിനും 2 അതിൽ കൂടുതൽ അത്ര കഴിക്കത്തില്ല. പിന്നെ ഇതിപ്പോൾ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യുകയാണ്. ലഞ്ച് ബോക്സ് ചോറും പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി, മോര് കറി, മുട്ട പൊരിച്ചത്, ഇതാണ് ഇന്ന് കൊണ്ടുപോകുന്നത്. ഈ കോമ്പിനേഷനൊക്കെ ആൾക്ക് ഇഷ്ടമൊക്കെയാണ്. പിന്നെ ഈ സ്കൂളിൽ കൊണ്ടുപോകാനുള്ളൊരു മടി അതേ ഉള്ളൂ. പക്ഷെ കഴിച്ചോളും. കൊണ്ടുപോകാൻ ഇവിടുന്ന് പറയുമ്പോഴത്തേക്കിനൊരു മടിയുള്ളൂ. അവിടെ ചെന്ന് കഴിയുമ്പോൾ കഴിക്കുകയൊക്കെ ചെയ്തോളും, കുഴപ്പമില്ല. അപ്പോൾ ഇത് പുണ്ണിയുടെ പുതിയ ലഞ്ച് ബോക്സാണ്, ഒരു റെഡ് കളറിലെ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലഞ്ച് ബോക്സൊക്കെയാണ്. അതുപോലെ ചൂടൊക്കെ നിൽക്കുന്ന അങ്ങനെ ഒരു ലഞ്ച് ബോക്സാണ്. പിന്നെ ഇത് വാട്ടർ ബോട്ടിലാണ്. ഇതും ഒരു റെഡ് കളറാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. ഇത് രണ്ടും പുതിയതാണ്. ഇതാണ് നമ്മൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഇനി മുടിയൊക്കെ കെട്ടി കൊടുക്കണം. അവൾ തന്നെ കെട്ടിക്കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. തന്നെ കെട്ടുമൊക്കെ ചെയ്യും, പക്ഷെ അത് കെട്ടിക്കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ പൊങ്ങിയൊക്കെ ഇരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നിന്ന് ഒരുക്കിയൊക്കെ ഇടുന്നതുകൊണ്ട് ഇന്ന് അമ്മയാണ് മുടി കെട്ടി കൊടുക്കുന്നത്. അത് ഞാനോ അമ്മ ആരെങ്കിലും ആയിട്ടങ്ങനെ മുടി കെട്ടി കൊടുക്കും. അങ്ങനെ ഇന്ന ആളെന്നൊന്നുമില്ല. അന്നേരം ആരെങ്കിലും ഫ്രണ്ട് ആരാന്നോ കൈ കിട്ടുന്ന അവരങ്ങ് കെട്ടിക്കൊടുക്കും, മുടി കെട്ടിക്കൊടുക്കുക കാര്യങ്ങളൊക്കെ. ബാക്കിയെല്ലാം സ്വന്തമായിട്ട് ചെയ്തോളും. ഈ മുടി കറക്റ്റായിട്ട് ചീകിയെടുത്ത് കെട്ടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കെട്ടിക്കൊടുത്ത് ഇങ്ങനെ ഞങ്ങളോരോ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് ഫസ്റ്റ് ഡേ ആണല്ലോ, അപ്പോൾ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് എക്സൈറ്റ്മെൻ്റ് ആണ്, പക്ഷെ നമുക്കും സന്തോഷമാണ്. പക്ഷേ ഈ കൊണ്ടൊക്കെ വിട്ടിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കിന് വീട്ടിൽ പിന്നെ ഫുൾ അങ്ങ് സൈലൻസ് ആവും. അന്നേരം നമുക്ക് എന്താ അവളങ്ങ് മിസ് ചെയ്യും. അയ്യോ, ഒരു ആദ്യത്തെ 2-3 ദിവസം നമുക്ക് അതേപോലെ ഒരു മിസ്സിങ് അടിക്കുക. അയ്യോ അവളിവിടെ ഉണ്ട്. മറ്റേത് നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഇത്രയും വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടല്ലോ, കറങ്ങി തിരിഞ്ഞ് ബഹളം വെച്ച്. അപ്പം പിന്നെ എന്താ, പഠിക്കാനാണ്, നല്ല കാര്യമാണ്, എല്ലാമാണ്. അങ്ങനെ നമ്മൾ സന്തോഷത്തോടെ തന്നെ ഇരിക്കും. അപ്പം ഞാൻ അവളെ കൊണ്ടുവിടാൻ പോവാണ്. നമ്മുടെ ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്. അപ്പോൾ കൊണ്ടുവിടാൻ വിളിച്ചുകൊണ്ട് വരികയാണ്. പിന്നെ ഇപ്പോൾ ഇതൊക്കെ ഗ്രാജുവലി സൈക്കിളിലൊക്കെ വിടണം എന്നൊക്കെയുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.